മലയാള സിനിമയിൽ ഒരു കാലത്ത് മാറ്റി നിർത്താൻ കഴിയാത്ത വ്യക്തി, പ്രമുഖനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീ ചന്ദ്രമോഹൻ 1977 ഉലക നായകൻ കമലഹാസന് ശബ്ദം നൽകിക്കൊണ്ട് തൻ്റെ ചെറിയ പ്രായത്തിൽ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നു. ആകാശവാണിയിലെ പ്രശസ്തരായിരുന്ന പി ഗംഗാധരൻ നായരുടെയും ടി രാധാമണിയുടെയും മകനായ ഇദ്ദേഹം ചലച്ചിത്ര ഡബ്ബിംഗ് രംഗത്തേക്ക് എത്തിയത് വളരെ അവിചാരിതമായാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ അമ്മയോടൊപ്പം കൂട്ടുപോയതാണ്. അപ്പോൾ അവിടെ വെച്ച് യാദർച്ഛികമായിട്ട് ഇങ്ങനൊരു അവസരം കിട്ടി, അതും കമലഹാസന് ശബ്ദം നൽകി. തുടർന്ന് നടൻ ശങ്കറിനായി 178 സിനിമകൾക്ക് ശബ്ദം നൽകിയ ഇദ്ദേഹം ന്യൂഡൽഹി എന്ന സിനിമ വരെ സുരേഷ് ഗോപിക്കും ശബ്ദമേകി. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വരണം. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും നിങ്ങൾ പറയുമ്പോൾ പോവാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടമൊന്നുമല്ല. എവിടെയോ കിടക്കുന്ന ന്യൂസിന് വേണ്ടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കാത്തിരിപ്പ്. ക്ഷമിക്കണം സാർ, എനിക്ക് തോന്നുന്നത് ഇതൊരു ഫൂളിഷസ് ആണെന്നാണ്. ചിരഞ്ജീവി, റഹ്മാൻ അടക്കമുള്ള നിരവധി നായക താരങ്ങൾക്ക് ശബ്ദം നൽകി. അദ്ദേഹം ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവനിലാണ് കഴിയുന്നത്. പ്രിയപ്പെട്ട അമ്മയുടെയും പ്രശസ്തയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്ന ഭാര്യ അമ്പിളിയുടെയും വിയോഗത്തോടെ ഒറ്റപ്പെട്ടുപോയ ചന്ദ്രമോഹൻ ഗാന്ധി ഭവനിൽ അഭയം തേടുകയായിരുന്നു. അപ്പോൾ ഇനിയും സിനിമകൾ അല്ലെങ്കിൽ ഡബ്ബിങ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഡോക്യുമെൻ്ററീസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യണം. ആഡ് ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, പരസ്യങ്ങൾ പല പ്രമുഖ കമ്പനികളുടെയും പരസ്യം ഞാനാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോകോൺ, വി ഗാർഡിൻ്റെയൊക്കെ ഞാനാണ് ചെയ്തിരിക്കുന്നത്. കണ്ണൻദേവൻ ടി, മോഹൻലാലും ഞാനായിട്ട് ചെയ്തത്. പിന്നെ ഈ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആദ്യകാലങ്ങളിൽ മമ്മൂട്ടിയുടെ കൂടെ ഉള്ള സീൻസ് ആണെങ്കിൽ മമ്മൂട്ടിയും ഞാനും കൂടെ നിന്ന് ഡബ് ചെയ്യണം. മോഹൻലാലിൻ്റെ കൂടെ ഉള്ളത് മോഹൻലാലോട്ട് നിന്ന് ചെയ്യണം. ഇന്നതല്ല, ഇന്ന് നമ്മൾ ആരെ കാണുന്നില്ല, ആർട്ടിസ്റ്റും കാണുമ്പോൾ പോയി മൈക്കിൻ്റെ മുമ്പ് ഇരിക്കുന്നു, ഒരു ദിവസം കൊണ്ട് ഒരു ഫുൾ പിക്ചർ തീർക്കുന്നു. മറ്റേ 7 ദിവസമൊക്കെ എടുക്കും ഒരു പടം ഡബ്ബിങ് തീർക്കാനായിട്ട്. ഒരു അനുഭവം പറയാണ്, ഒരു പടം ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ മോഹങ്ങളിൽ പൂവണിഞ്ഞു. അപ്പോൾ ഡബ് ചെയ്തപ്പോൾ അതിന് തൊട്ട് മുമ്പ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഞാൻ കുറച്ച് കാലമായിട്ട് ചോദിക്കുന്നുണ്ട് കാശ്. പ്രൊഡ്യൂസർ വന്നിട്ട് ഓടി വന്ന് ഡബ്ബിങ് മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട് കയ്യിൽ ഇങ്ങനെ മടക്കി ഒരു കെട്ട് നോട്ട് വെച്ചിട്ട് പോയി. ഞാൻ പോക്കറ്റിൽ വെച്ചു. ഞാൻ പോട്ടെ പോയി. പുള്ളി പോയി നിന്ന് എണ്ണി നോക്കുമ്പോൾ 250 രൂപയാണ്, എല്ലാം 10ൻ്റെ നോട്ടാണ്. അതുപോലെ അത് കെട്ടി ഇങ്ങനെ തന്നിട്ട് പോയി. ഒരു കെട്ടുണ്ട്, അറിയില്ലല്ലോ. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്, പറയാൻ പാടില്ലാത്തതും ഒക്കെ ഉണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞു, ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞ പകുതി ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ സംഭാവന. ഒരു പക്ഷേ അന്ന് അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടേണ്ടിയിരുന്നു. എന്തിനാ ടൈറ്റിലിൽ പേര് പോലും ഇല്ലായിരുന്നു. ഞങ്ങളെ കൂടെ സമരം ചെയ്താണ് ടൈറ്റിൽ പേരാക്കിയത്. സൗത്ത് ഇന്ത്യൻ സിനി ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് യൂണിയൻ ഉണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു 12 വർഷം ഞാൻ ചെന്നൈയിൽ. അങ്ങനെ മലയാളം, തെലുഗു, കന്നഡം, തമിഴ്, 4 ലാംഗ്വേജിൻ്റെയും ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പം മൊത്തം ഏകദേശം എത്ര സിനിമകൾക്ക് ശബ്ദം കൊടുക്കാൻ പറ്റും? മൊത്തം ഏകദേശം 1500-2000 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ദീർഘകാലമായുള്ള ചലച്ചിത്ര മേഖലയിലെ തിരക്കുകളെല്ലാം വിട്ട് പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന ഒരു വലിയ ലോകത്ത് അനുഭവങ്ങളുടെ ഒരുപാട് കഥകളുള്ള ഗാന്ധി ഭവനിൽ സന്തോഷവും സംതൃപ്തിയും ഊർജവും എല്ലാം സംഭരിച്ചുകൊണ്ട് ചന്ദ്രമോഹൻ ചേട്ടൻ ഞങ്ങളോടൊപ്പം ഇവിടെ സേവനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്.